ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഹിഡൻ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ റൈറ്റ് നൗ. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്ന ചിന്തകൾ എന്തെല്ലാമാണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഡെഫിനറ്റ്ലി നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലാണെന്നാണ് കാണുന്നത്. എന്നാൽ ഈ ഒരു സമയത്ത് നിങ്ങൾ എത്രമാത്രം അവരെ സ്നേഹിക്കുന്നതെന്നും അല്ലെങ്കിൽ ആ ഒരു റീബർത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അവരും ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു മൊമെന്റിൽ നിങ്ങളുടെ ഇമ്പോർട്ടൻസ് അവർ കൂടുതലും മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങൾ എത്രത്തോളം അവർക്ക് പ്രീഷ്യസ് ആയിരുന്നു എന്ന്. ഓക്കെ, പ്രോസ്പെരിറ്റി കാർഡ് എനർജി പറയുന്നത് നിങ്ങൾ തമ്മിൽ ഒരു പ്രോസ്പെരിറ്റി, അതായത് നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് മുമ്പോട്ട് പോയാലേ നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രോസ്പെരിറ്റി ഉണ്ടാവുകയുള്ളൂ എന്ന് പോലും അവർ ഇപ്പോൾ റിയലൈസ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു റീയൂണിയൻ ഉണ്ടാവണം എന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. യെസ്, അതുകൊണ്ട് തന്നെ അവർക്കൊരു ഇൻഡ്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവർക്ക് ഒരുപാട് ഇൻഡ്യൂഷൻസ് ഉണ്ടാവും. ഓക്കെ, ഡെസ്റ്റിനി കാർഡ് എനർജി തരുന്നത് അവർ വിശ്വസിക്കുകയാണ് നിങ്ങളാണ് അവരുടെ ഡെസ്റ്റിനിയിൽ ഉണ്ടാവേണ്ട ആൾ, അല്ലെങ്കിൽ നിങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാള്. അവരുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ നിങ്ങളാണെന്ന് അവർ റിയലൈസ് ചെയ്യണം, അവർ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം. നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരണം. അത് ഏത് രീതിയിലാണെങ്കിലും അവർക്ക് വേണം എന്ന് അവർ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ ഒരുപാട് പെയിൻ ഉണ്ട് ഈ സമയത്ത്. ഒരുപാട് ഓവർ തിങ്ക് ചെയ്ത് അവർ വിഷമിക്കുന്നുണ്ട്. നിങ്ങളോട് ഷെയർ ചെയ്യുന്നില്ലെങ്കിൽ കൂടിയും നിങ്ങളുടെ നോക്കുമ്പോൾ നിങ്ങളുമായിട്ട് നോ കോൺടാക്റ്റ് ആണ്, അവർക്ക് സ്നേഹമില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ ഇതുപോലെയുള്ള ചിന്തകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഈ ഒരു മൊമെന്റിൽ എന്ത് ആക്ഷനാണ് എടുക്കേണ്ടത് എന്നൊക്കെ ഓർത്തിട്ട് ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് അവർ. അവർക്ക് എന്ത് ആക്ഷനാണ് ഈ ഒരു സമയത്ത് എടുക്കാൻ കഴിയുക നിങ്ങളെ അവരിലേക്ക് എത്തിക്കാൻ എന്നോർത്ത് പോലും അവർ ഒരുപാട് വിഷമത്തിലാണ്. എന്നിരുന്നാലും ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളാണ് അവരുടെ ലൈഫ്, അല്ലെങ്കിൽ നിങ്ങളാണ് അവരുടെ ലൈഫിൽ മറ്റാരൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളിൽ നിന്ന് കിട്ടുന്ന സന്തോഷം മറ്റാരിൽ നിന്നും ഈ ഒരു ലൈഫിൽ അവർക്ക് കിട്ടില്ല എന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ അവർക്ക് എപ്പോഴും ആ ഒരു ചിന്ത തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ആക്ഷൻ എടുക്കണം എന്ന് അവർക്കുണ്ടെങ്കിലും കറണ്ട് സിറ്റുവേഷനിൽ അവർക്ക് അതെന്തിനോ കഴിയാത്തൊരു അവസ്ഥയായിട്ടാണ് കാണുന്നത്. സോ ഈ ഒരു സിറ്റുവേഷനിൽ അവർ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ അവർ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ സ്റ്റക്കായി നിൽക്കുന്നത് ഓർത്ത് നിങ്ങളെക്കാൾ ഉപരി നിങ്ങളുടെ പേഴ്സണ് നല്ല പെയിൻഫുൾ ആണ്. ഒരു ഡിപ്രഷനിലേക്കൊക്കെ പോകുന്ന ഒരു അവസ്ഥയിലാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ. പക്ഷെ എങ്ങനെയാണ് ഇതിൽ നിന്ന് റിക്കവർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ റിക്കവർ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു ചേഞ്ച് വരുത്തേണ്ടത് എങ്ങനെയാണ്, എന്ത് ആക്ഷൻ എടുത്താലാണ് ഈ ഒരു ലൈഫിൽ നിന്നും നിങ്ങളിലേക്കുള്ള ഒരു ലൈഫ്, നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റുക എന്ന് പോലും അറിയാത്തൊരു അവസ്ഥയിലാണ് അവരിപ്പോൾ ഉള്ളത്. എന്നിരുന്നാലും അവർ ഈ ഒരു സമയത്ത് റിയലൈസ് ചെയ്യുന്നുണ്ട് നിങ്ങളായിരുന്നു അവരുടെ എല്ലാം എന്ന് അവർ റിയലൈസ് ചെയ്യുന്നൊരു സമയമാണിത്. ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഭയങ്കര ആക്റ്റീവായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത് സോഷ്യൽ മീഡിയാസിലൊക്കെ ആണെങ്കിലും, അല്ലാതെ നിങ്ങൾ ആരോടെങ്കിലൊക്കെ അന്വേഷിച്ചറിയുമ്പോൾ പോലും ആ ഒരു വ്യക്തി മറ്റുള്ളവരുടെ മുന്നിൽ ഭയങ്കര ആക്റ്റീവായിട്ടാണ് ഇരിക്കുന്നതെങ്കിലും അവരവരുടെ ഫീലിങ്സ് ശരിക്കും ഹൈഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അവർ നിങ്ങളിൽ നിന്നും ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്നൊക്കെ നിങ്ങളെ പുറമേ കാണിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു സ്നേഹം, അല്ലെങ്കിൽ ഈ ഒരു ഇത്തരത്തിലുള്ള തോട്ട്സ് ആണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നെങ്കിൽ പോലും നിങ്ങളോട് ഇത്രയധികം സ്നേഹം ഇപ്പോൾ ഈ പറഞ്ഞ മാതിരിയുള്ള ഇത്രയധികം തോട്ട്സ് അവരുടെ മനസ്സിലുണ്ടെന്ന് പോലും അവർ നിങ്ങളോട് പറഞ്ഞു കാണില്ല. ബിക്കോസ് ആ ഒരു പേഴ്സൺ അതൊക്കെ ഹൈഡ് ചെയ്യാതാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് കാണുന്നത്. നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് പോലും നിങ്ങൾക്ക് തന്നിരുന്ന സ്നേഹത്തിനേക്കാൾ ഇരട്ടി സ്നേഹം അവരുടെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ് നിങ്ങളിൽ നിന്ന് ഒരു ഹൈഡ് ചെയ്യുന്നതെന്നാണ് മനസ്സിലാവുന്നത്. സോ ഇത്തരത്തിലുള്ള ഒരുപാട് സ്നേഹം ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നാം കുറച്ചൊക്കെ ഒന്ന് മീൻസ് അവരുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്തിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന ടൈമൊക്കെ ഉണ്ടായിരുന്നിരിക്കാം പല കാര്യങ്ങളും, പല സിറ്റുവേഷനിലും പോലും. പക്ഷെ ആ ഒരു ടൈമിൽ പോലും അവർക്ക് നിങ്ങളെക്കാൾ ഉപരി സ്നേഹം അവരുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും അതൊക്കെ അവർ ഹൈഡ് ചെയ്ത് പിടിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഈ റീഡിങ്ങിലൂടെ ഇതുവരെ മനസ്സിലാവുന്നത്. യെസ്, പോസിറ്റീവ് മൊമെന്റ് ഫോർച്യൂൺ എനർജി പറയുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങളിലേക്ക് അവർ തിരികെ വരുന്നു. നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ട് അവർ ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട്, ഡ്രീം ചെയ്യുന്നുണ്ട്, നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മേ ബി അവരോട് ഡിസിഷൻ എടുക്കാനുള്ള ടൈമായി, അല്ലെങ്കിൽ അവർ എടുത്തു കഴിഞ്ഞിരിക്കാം ഒരു ആക്ഷൻ. എന്നിരുന്നാലും അവർക്ക് അത് എങ്ങനെ പ്രാവർത്തികമാക്കണമെന്നൊരു ഐഡിയ ഇല്ല നിലവിലെങ്കിലും അവരൊരു ആക്ഷൻ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞു എന്നാണ് കാണാൻ സാധിക്കുന്നത്.
ആ ഒരു മൊമെന്റ്, പോസിറ്റീവ് മൊമെന്റ് ഉടനെ തന്നെ ഉണ്ടാവും എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾ അറിയേണ്ട യൂണിവേഴ്സൽ മെസ്സേജസ് കൂടെ നോക്കാം. നെക്സ്റ്റ് ആക്ഷൻ നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള യൂണിവേഴ്സൽ മെസ്സേജസ് ഇതൊക്കെയാണ്. ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ. കമ്മ്യൂണിക്കേഷൻ ഈസ് കീ. യു ആൻഡ് യുവർ ലവഡ് വൺസ് ആർ സേഫ് ആൻഡ് ദ എനർജി ഈസ് ഗെയിനിങ് മൊമെന്റം. ഇത്രയധികം യൂണിവേഴ്സൽ മെസ്സേജസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഇത് എനർജീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ കാർഡിലൂടെ നമുക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് എന്തെന്ന് വെച്ചാൽ, ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ടാവാം. നിങ്ങൾക്ക് അനുകൂലമായ ഒരു ഡിസിഷൻ ആ ഒരു പേഴ്സൺ എടുത്തിട്ടുണ്ടാവാം. നെക്സ്റ്റ്, കമ്മ്യൂണിക്കേഷൻ ഈസ് കീ. ഓക്കെ, നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു ആക്ഷൻ അവരെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ അവർ ഡെഫിനറ്റ്ലി എടുക്കും, അല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞു എന്നാണ് നമുക്ക് യൂണിവേഴ്സ് തരുന്നൊരു മെസ്സേജ്. നെക്സ്റ്റ് നമുക്ക് കിട്ടിയിട്ടുള്ള യു ആൻഡ് യുവർ ലവ്ഡ് വൺസ് ആർ സേഫ്. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സ്നേഹം കിട്ടാൻ നിങ്ങൾ ഭയങ്കര അർഹയാണ്, അല്ലെങ്കിൽ അർഹനാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് തന്നെ തിരികെ വരുന്നുണ്ട് എന്നാണ് ഈ ഒരു കാർഡിലൂടെ നമുക്ക് യൂണിവേഴ്സ് തരാൻ ഉദ്ദേശിക്കുന്ന ഒരു മെസ്സേജ്. ഓക്കെ, ഫൈനൽ കാർഡ് നോക്കാം. ദ എനർജി ഈസ് ഗെയിനിങ് മൊമെന്റം. ഓക്കെ, ദ എനർജി ഈസ് ഗെയിനിങ് മൊമെന്റം. നിങ്ങളുടെ ലവ് ലൈഫിൽ ഇതുവരെ ഇല്ലാത്ത ഒരു എനർജി ഗെയിൻ ചെയ്യാൻ പോകുന്നു. ഇനി ഇതുവരെ ഇല്ലാതിരുന്ന ആ ഒരു എനർജി നിങ്ങളുടെ ലവ് ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്. ഉടൻ തന്നെ നിങ്ങളുടെ ലവ് ലൈഫിൽ ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ലവ് ലൈഫ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് ഈ ഒരു മെസ്സേജസിലൂടെ എല്ലാം തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് കാണിച്ചു തരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു ഹോപ്പ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി വെക്കാവുന്നതാണ്. നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്തുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ പുതിയൊരു ഹോപ്പ്, ഒരു പ്രതീക്ഷ നിങ്ങൾക്ക് വെക്കാവുന്നതാണെന്നാണ് ഈ ഒരു റീഡിങ്ങിലൂടെ നമുക്ക് ഇതുവരെ മനസ്സിലാവുന്നത്. ഓക്കെ, ഈ ഒരു കാർഡ് റീഡിങ്ങിലുടനീളം നമുക്ക് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ കൂട്ടിച്ചേർക്കാനായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റ്, ഒരു മുൻകൈ എടുത്തു എന്നാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കുക. യൂണിവേഴ്സലിൽ നിങ്ങളെ എല്ലാ വിഷമങ്ങളും സറണ്ടർ ചെയ്യുക. ആ ഒരു അഫർമേഷൻ ഞാൻ എപ്പോഴും പറയുന്ന പോലെ, നിങ്ങൾക്ക് എന്തൊരു പെയിനായിട്ടുള്ള ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ആ ഒരു അഫർമേഷൻ നിങ്ങൾ യൂണിവേഴ്സിൽ സമർപ്പിക്കുക. ഒന്നുകൂടി പറയാം, എന്ത് വിഷമം ഉണ്ടെങ്കിലും, എനിക്ക് എന്ത് തന്നെ വിഷമം ഉണ്ടെങ്കിലും ഞാൻ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുന്നു എന്നുള്ള ആ ഒരു അഫർമേഷൻ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ലൈഫിൽ ഏതൊരു സിറ്റുവേഷൻ വന്നാൽ കൂടിയും, ഇപ്പോൾ ലവ് ലൈഫ് തന്നെയല്ല, അല്ലാതെ ഏതൊരു സിറ്റുവേഷനിൽ നിങ്ങൾ പെയിൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഈ ഒരു അഫർമേഷൻ നിങ്ങൾ പറയുന്നതിലൂടെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് ഭയങ്കര റിലീഫ് ആവുന്നതാണ്. നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും റിലീഫ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ യൂണിവേഴ്സൽ വിശ്വസിക്കുക. യൂണിവേഴ്സൽ എല്ലാ വിഷമങ്ങളും സറണ്ടർ ചെയ്യുക. നിങ്ങൾ ആ ഒരു മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു അഫർമേഷൻ ഒക്കെ പറയുക. കൂടുതലായിട്ട് ഒരു പോസിറ്റിവിറ്റി കിട്ടാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾ ഒരുപാട് പേരും മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്നതായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു റീഡിങ്ങിലൂടെ ഒരുപാട് പേരും നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുന്നവരായിരിക്കും. സോ അതിൻ്റെയൊക്കെ ഒരു ഫലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് ഈ ഒരു റീഡിങ്ങിലുടനീളം നമുക്ക്